ബെൻസ്റ്റോക്കെ താങ്കൾ ഇത്ര ചീപ്പായി പോയല്ലോടോ. രവീന്ദ്ര ജഡേജയും സുന്ദറും കൂടെ 90 റൺസ് എടുത്ത് നിൽക്കുമ്പോൾ 15 ഓവർ അവശേഷിക്കുമ്പോൾ വന്ന് പറയാൻ ഞങ്ങൾ തളർന്നു കൈതാ, ഞങ്ങൾക്ക് ഇനി നിങ്ങൾ രണ്ടും കൂടെ 100 എടുക്കുന്നത് കാണാൻ വയ്യ. ഞാൻ എൻ്റെ വയ്യാത്ത കൈ കൊണ്ടാണ് രാഹുലിനെ ഔട്ടാക്കി വിട്ടത്. രാഹുൽ 100 എടുക്കാൻ പോകുമായിരുന്നു. ഞാൻ എൻ്റെ വയ്യാത്ത കൈയും കാലും കൊണ്ടാണ് വന്ന് രാഹുലിനെ ഔട്ടാക്കി വിട്ടത്. ഇനി നീയൊക്കെ 100 എടുത്താൽ ഞങ്ങൾക്ക് എന്താ വില? അതുകൊണ്ട് കൈതാ. അവിടെ ഡ്രോയ്ക്ക് വേണ്ടി പോകുന്നു. അവിടെ രവീന്ദ്ര ജഡേജയും സുന്ദറും കൂടെ 100 എടുക്കാൻ നിൽക്കുക. 90 റൺസോളം ആയി, 15 ഓവർ ശേഷിക്കുന്നുണ്ട്. ശുഭ്മൻ വന്ന് 100 എടുത്ത് ഇനി നിങ്ങൾ രണ്ടും കൂടെ 100 എടുത്താൽ ഞങ്ങൾക്ക് എന്താ വില? നിങ്ങളൊട്ട് ഔട്ടാവുന്നില്ല, ഞങ്ങളുടെ ബോളർമാർക്കൊട്ട് നിങ്ങളുടെ വിക്കറ്റ് എടുക്കാനും വയ്യ. ഞങ്ങളെ നാണം കെടുത്തരുത്, പറഞ്ഞു വിട് 1 മണിക്കൂർ മുമ്പേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലണ്ട് ജയിച്ച മത്സരം കയ്യിൽ പോയപ്പോഴത്തേനും വിരളി പിടിച്ച ഒരു ഇംഗ്ലണ്ടിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇംഗ്ലണ്ട് ജയിക്കുന്ന മത്സരത്തെ ഇന്ത്യയുടെ പിള്ളേർ 4 പേരും കൂടെ ചേർന്ന് പിടിച്ചു നിർത്തുന്നു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഒട്ടും എളുപ്പമല്ലായിരുന്നു. ഇന്ത്യ ഈ മത്സരം കളിക്കാൻ വരുമ്പോഴത്തേന് ലോർഡ്സിൽ നമ്മൾ 22 റൺസിന് തോറ്റിട്ട് നിൽക്കുകയാണ്. വളരെ പുറകിലാണ്. ഒരുപാട് അറ്റാക്ക് ചെയ്യപ്പെട്ടു. ശുഭ്മൻ ഗിൽ അവിടെ അറ്റാക്ക് ചെയ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്ലെയർമാർ അവിടെ അറ്റാക്ക് ചെയ്യപ്പെട്ടു. അവിടെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ പ്ലേയേഴ്സ് ഡൗൺ ആയിരുന്നു. പ്രത്യേകിച്ച് ശുഭ്മൻ ഗിൽ എന്ന ക്യാപ്റ്റൻ ഡൗൺ ആയിരുന്നു. എന്നാൽ മാഞ്ചസ്റ്ററിലോട്ട് വരുന്നു. ഋഷഭ് പന്തിന് ഇഞ്ചുറി, അർഷ്ദീപ് സിംഗിന് ഇഞ്ചുറി, ആകാശ്ദീപിന് ഇഞ്ചുറി. ഇന്ത്യയുടെ മെയിൻ ബോളർമാർ എല്ലാം ഇഞ്ചുറി ആയിട്ട് പോകുന്നു. ഇന്ത്യ 2015 ശേഷം 500 റൺസ് വഴങ്ങുന്നു. 2014 ശേഷം 600 റൺസ് വഴങ്ങുന്നു. സാക്ഷാൽ ബുംറ തൻ്റെ കരിയറിൽ ആദ്യമായിട്ട് 100 റൺസ് വഴങ്ങുന്നു. എല്ലാം ഇന്ത്യക്ക് പ്രത്യേകിച്ച് ടോസ് ഇന്ത്യക്കെതിരായിരുന്നു. 14ാമത്തെ തവണയാണ് നമുക്ക് ടോസ് നഷ്ടപ്പെടുന്നത്. ഈ സീരീസ് 4 ടെസ്റ്റ് കളിച്ചു. ഇതുവരെ നമുക്ക് ടോസ് കിട്ടിയില്ല. നമ്മൾ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് ഓവർകാസ്റ്റ് കണ്ടീഷൻ, അവർ ബാറ്റ് ചെയ്യാൻ വരുമ്പോഴത്തേന് പട്ട വെയിൽ, എല്ലാം നമുക്കെതിരായിരുന്നു. പക്ഷേ 4 പ്ലേയേഴ്സ് ചങ്കുറപ്പോടെ നിന്നു. ഈ മത്സരം നമ്മൾ ഡ്രോ ആക്കി ഈ സീരീസിന് ജീവൻ വെച്ചു. അടുത്ത ടെസ്റ്റിലോട്ട് പോകുമ്പോഴത്തേന് ഈ സീരീസ് നമുക്ക് ഡ്രോ ആക്കാൻ പറ്റും. ഇവിടുന്ന് ഇന്ത്യക്ക് കിട്ടിയ ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഒരു വല്ലാത്ത കോൺഫിഡൻസ് ആണ്. ഇവിടെ നോക്കുവാണെങ്കിൽ പരാജയം ഇംഗ്ലണ്ടിന് തന്നെയാണ്. ജയിച്ച മത്സരം, ഇംഗ്ലണ്ട് ജയിക്കേണ്ട മത്സരത്തെ ഇന്ത്യ പിടിച്ചു നിർത്തി. ഇന്ത്യയുടെ ചങ്കുറപ്പ് കൊണ്ട് പിടിച്ചു നിർത്തി. ഇന്ത്യയുടെ സ്കില്ല് കൊണ്ട് പിടിച്ചു നിർത്തി. ബാറ്റിംഗ് സ്കില്ല് കൊണ്ട് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കണ്ടീഷൻ തന്നെയായിരുന്നു. അത്ര നോക്കുവാണെങ്കിൽ ലോഡ്സ് പോലെ അത്രയ്ക്ക് സേഫ് ആയിട്ടുള്ളൊരു കണ്ടീഷനല്ല, വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള കണ്ടീഷനായിരുന്നു. അൺഈവൻ ബൗൺസ് വരുന്ന ഒരു സാഹചര്യം, റഫായിട്ടുള്ള ഏരിയ ക്രിയേറ്റ് ആയിട്ട് വരുന്ന ഒരു സാഹചര്യം, സ്പിന്നർമാർക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് എല്ലാം എതിരായിരുന്നു. പക്ഷേ ഇന്ത്യ വന്ന് ചങ്കുറപ്പോടെ കളിച്ചു. ക്യാപ്റ്റൻ മുമ്പിൽ നിന്ന് നയിച്ചു. ഫസ്റ്റ് ഓഫ് ഓൾ ഇന്ത്യയുടെ ക്യാപ്റ്റൻ മുമ്പിൽ നിന്ന് നയിച്ച പ്രകടനം. ഇന്ന് നോക്കുവാണെങ്കിൽ ഇംഗ്ലണ്ട് വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം നടക്കുന്നു. രാവിലെ വരുന്നു, KL രാഹുലിനെ ഫസ്റ്റ് സെഷനിൽ ബെൻസ്റ്റോക്ക് ബോൾ എടുക്കുന്നു, പറഞ്ഞു വിടുന്നു. ഇന്ത്യ പരാജയം മണത്തു. എന്നാൽ അവിടെ ഒരു ചെറിയ ക്യാമ്യൂ ഇന്നിങ്സ് വരുന്നു, സുന്ദറും ശുഭ്മൻ ഗില്ലും കൂടെ ചേർന്ന്. പക്ഷേ ലഞ്ചിന് 5 മിനിറ്റ് മുമ്പ് ഇന്ത്യയുടെ ക്യാപ്റ്റനെ പറഞ്ഞയക്കാൻ ജോഫ് ആർച്ചറിനായി. വരുന്നു, സൂപ്പറായിട്ട് ബോൾ ചെയ്യുന്നു. ന്യൂ ബോളായിരുന്നു ജോഫ് ആർച്ചറിൻ്റെ കയ്യിലിരിക്കുന്നത്. ഒരു സൈഡ് വേസ് മൂവ്മെൻറ്റ് വരുന്നു, അവിടെ ഫോക്കസ് നഷ്ടപ്പെടുന്നു. ശുഭ്മൻ ഗില്ലിൻ്റെ വിക്കറ്റോട് കളയുന്നു. തോൽവി മണത്ത സമയം ഇന്ത്യയുടെ ആരാധകർ കരഞ്ഞ സമയമായിരിക്കും. പലരും, ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന പലരും കരഞ്ഞു കാണുമായിരിക്കും. രവീന്ദ്ര ജഡേജ വരുന്നു, ഫസ്റ്റ് ബോളിൽ കൊണ്ട് ക്യാച്ച് കൊണ്ട് കൊടുക്കുന്നു. ജോസ് റൂട്ട് ആ ക്യാച്ച് കൊണ്ട് കളയുന്നു. ജോസ് റൂട്ട് വിട്ട് കളഞ്ഞത് രവീന്ദ്ര ജഡേജയുടെ ക്യാച്ചായിരുന്നോ മാച്ചാണോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും മാച്ച് തന്നെയായിരുന്നു. പിന്നെ രവീന്ദ്ര ജഡേജയും സുന്ദറും കൂടെ ചേർന്ന് മാച്ചിനെ തിരിച്ചു കൊണ്ടുവരുന്നു. 200 റൺസിൻ്റെ പാർട്ണർഷിപ്പ് വിശ്വസിക്കാൻ പറ്റത്തില്ല. 2 സെഷനിൽ 2 വിക്കറ്റ് കൊണ്ട് കളഞ്ഞതാണ് ഇന്ത്യ. അത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ പ്ലെയർമാർ വിക്കറ്റ് കൊണ്ട് കൊടുക്കുന്നില്ല. സുന്ദറും രവീന്ദ്ര ജഡേജയും കൂടെ ചേർന്ന് എന്നാ സൂപ്പർ പ്രകടനം. പിന്നെ രവീന്ദ്ര ജഡേജ തെളിയിച്ചു ഞാൻ ലോകത്തിലെ 1ാമത്തെ ഓൾറൗണ്ടറാണെന്ന്. വരുന്നു, 5ാമത്തെ ഹാഫ് സെഞ്ചുറി നേടുന്നു. കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ 100 എടുക്കാമായിരുന്നു ഈ സീരീസിൽ. പക്ഷേ 87 റൺസ് 89 റൺസിനൊക്കെ ഔട്ടായിപ്പോയി. എന്നാൽ അതിവിടെ നികത്തുന്നു, വന്ന് 100 എടുക്കുന്നു. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. സോളിഡ് ഡിഫൻസ്. പ്രത്യേകിച്ച് ലെഫ്റ്റ് ഹാൻഡർമാർക്ക് പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു. കാരണം ജോഫ് ആർച്ചർ നോക്കുവാണെങ്കിൽ 7 വിക്കറ്റ് എടുത്തിട്ടുണ്ട് ഈ സീരീസിലുടനീളം. ലെഫ്റ്റ് ഹാൻഡർക്കെതിരെയാണ് 7 വിക്കറ്റ് എടുത്തിരിക്കുന്നത്. പിന്നെ അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറുണ്ട്. ഒരു ഏരിയ നോക്കുവാണെങ്കിൽ റഫായിട്ടുള്ള, കളി കണ്ടവർക്കറിയാം, ഒരു ഏരിയ നോക്കുവാണെങ്കിൽ റഫായിട്ടുള്ള ഏരിയ എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട്. അവിടെ ട്രാക്ക് ഉണ്ട്. അവിടെ തന്നെ ബോൾ ഹിറ്റ് ചെയ്ത് എറിയുമ്പോഴത്തേന് അവിടെ ഡിഫെൻഡ് ചെയ്യുമെന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല. ആ ഒരു സാഹചര്യത്തെ മറികടക്കുന്നു. ജോഫ് ആർച്ചറിനെ മറികടക്കുന്നു. അവരുടെ ലെഫ്റ്റ് ഹാൻഡ് സ്പിന്നറെ മറികടക്കുന്നു. കണ്ടീഷനെ മറികടക്കുന്നു. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു രവീന്ദ്ര ജഡേജയും സുന്ദറും കൂടെ ചേർന്നു. പിന്നെ സുന്ദറിനെ എടുത്ത് പറയാതിരിക്കാൻ പറ്റത്തില്ല. സുന്ദരമായ ഒരു പ്രകടനം. എന്തിനാണ് ഇന്ത്യ നമ്പർ 3 അന്വേഷിക്കുന്നത്? എന്തിനാണ് കരുണാകരനെ അന്വേഷിക്കുന്നത്? എന്തിനാണ് സായ് സുദർശനെ അന്വേഷിക്കുന്നത്? എന്തിനാണ് അഭിനവ് ഈശ്വറിനെ അന്വേഷിക്കുന്നത്? സുന്ദർ ഉള്ളപ്പോൾ ഇനി ആരെ വേണം നിങ്ങൾ? ഇതുപോലെ സോളിഡ് ഡിഫൻസ്, ഇതുപോലൊരു വൻ മതിൽ തന്നെയാണ്. KL രാഹുലിന് ശേഷം എനിക്ക് തോന്നുന്നു ഇതൊരു വൻ മതിൽ തന്നെയാണ്. ഇതിൻ്റെ വിക്കറ്റ് എടുക്കാൻ ഭയങ്കര പാടാണ്, വല്ലാത്ത പാട് തന്നെയാണ്. അത്രയ്ക്ക് സോളിഡ് ഡിഫൻസാണ് സുന്ദറിൻ്റെ.
സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത്. എന്നാ സൂപ്പറായിട്ട് ഡ്രൈവ് ഒക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ? എന്നാ സോളിഡ് ഡിഫൻസ്. ഫസ്റ്റ് ഓഫ് ഓൾ അതാണ് നോക്കേണ്ടത്, സോളിഡ് ഡിഫൻസ്. ഒരു എറർ പോലും കൊണ്ടുവന്നില്ല, ഒരു എറർ പോലും കൊണ്ടുവന്നില്ല. സൂപ്പർ ബാറ്റിംഗ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ കുൽദീപ് യാദവ് വെളിയിൽ നിന്ന് കരയുമായിരിക്കും. എടി ഇമ്മാരി ഇങ്ങനെ കളിച്ചാൽ ഞാൻ എപ്പോഴാണ് ഒന്ന് കളിക്കുന്നത്, എനിക്കൊന്ന് കളിക്കാൻ പറ്റുമോ? കൊണ്ടുവരാൻ പറയുമ്പോഴത്തേന് രവീന്ദ്ര ജഡേജ വന്നിട്ട് പറയും ആഹാ ഞാനിപ്പോൾ മാറിത്തരാൻ ഉദ്ദേശിക്കുന്നില്ല. സുന്ദർ പറയും അങ്ങനെയാണോ, ഞാനും മാറിത്തരാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി എനിക്കറിയില്ല കുൽദീപിനെ ആരെ മാറ്റിയിട്ട് കൊണ്ടുവരാൻ പറ്റും. ഒരാളെ മാറ്റാം, ഷാർദുൽ താക്കൂറിനെ മാറ്റിയിട്ട് കുൽദീപിനെ കൊണ്ടുവരാം, അതാണ് ഒരു ഓപ്ഷൻ. 8 വരെ ബാറ്റിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. അടുത്ത കളിയിൽ കുൽദീപ് കൂടെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് മത്സരം ജയിക്കാൻ കഴിയുമായിരിക്കും. ഈസി ആയിട്ട് ഒരു 7 ബാറ്ററുമായിട്ട് പോകും ഇന്ത്യ. റിസ്ക് സ്പിന്നറിനെയും കൂടെ കൊണ്ടുപോവാ, കുൽദീപ് യാദവിനെ കൂടെ കൊണ്ടുപോവാ, ഇംഗ്ലണ്ടിനെ ചലഞ്ച് ചെയ്യാൻ നമുക്ക് ഈസി ആയിട്ട് കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ മത്സരം ചിലപ്പോൾ നമുക്ക് ജയിക്കാമായിരുന്നു. നമ്മൾ എവിടെ പരാജയപ്പെട്ടു പോയെന്ന് അറിയാമോ? ഇന്ത്യയുടെ ബോളർമാർ അല്പം ഓഫായിപ്പോയി. എങ്കിലും ബെൻ സ്റ്റോക്കും ബേഡൻ കാസും കൂടെ അവിടെ നിന്നപ്പോഴത്തേന് നമുക്ക് അവിടെ വിക്കറ്റ് എടുക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ ഈ മത്സരം ജയിക്കാൻ കഴിഞ്ഞാൽ. പക്ഷേ ബേഡൻ കാസും ബെൻ സ്റ്റോക്കും കൂടെ ചേർന്ന് 95 റൺസിൻ്റെ ഒരു പാർട്ണർഷിപ്പ് ഉണ്ടാക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഒരുപാട് ദൂരം മത്സരത്തെ കൊണ്ടുപോയി. പക്ഷേ അവിടെ ഇന്ത്യയുടെ സ്പിന്നർമാർക്കോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാർക്കോ പെർഫോമൻസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഈ മത്സരം ജയിക്കാൻ കഴിഞ്ഞേനെ. ഇന്ത്യയുടെ സ്പിന്നർമാർ ഇംഗ്ലണ്ടിനെ കാട്ടി മനോഹരമായിട്ട് ചിലപ്പം ബോൾ ചെയ്തേനെ ഈ സാഹചര്യത്തിൽ. എന്ത് തന്നെ ആയാലും ഡ്രോ ആക്കി. പിന്നെ ഇംഗ്ലണ്ടിൻ്റെ ബോളിംഗ് പരിശോധിക്കുകയാണെങ്കിൽ ബെൻ സ്റ്റോക്ക് അങ്ങോട്ട് മാറി നിന്നപ്പോഴത്തേന് MT ഒരാൾക്ക് പോലും പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ജോ ഫാർച്ചറിന് പെർഫോമൻസ് ചെയ്യാൻ കഴിയുന്നില്ല. ക്രിസ് വോക്സ് തുടക്കത്തിൽ പുതിയ ബോൾ വന്ന് 2 വിക്കറ്റ് എടുത്തിട്ട് പോയി. നമ്മുടെ വിക്കറ്റ് കൊണ്ട് കൊടുത്തതാണ്. സത്യം പറഞ്ഞാൽ ജയ്സ്വാളിൻ്റെ മനോഹരമായ ഒരു ഡെലിവറി ആയിരുന്നു. പക്ഷേ സായി സുദർശൻ അവിടെ വിക്കറ്റ് കൊടുത്തതാണ്. ക്രിസ് വോക്സിന് അവിടെ വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. ബേഡൻ കാസ് ഹിറ്റ് ദ ഡെക്ക് ഹാർഡ് എറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോളർക്ക് വന്ന് വിക്കറ്റ് എടുക്കാൻ കഴിയുന്നില്ല. ബെൻ സ്റ്റോക്ക് ഇഞ്ചുറി ആയിട്ട് മാറി നിൽക്കുന്നു. എന്നിട്ടും വയ്യാത്ത കൈയും കാലും കൊണ്ടൊക്കെ വന്ന് ഒരു വിക്കറ്റ് എടുത്തു. ബെൻ സ്റ്റോക്ക് ഇല്ലായിരുന്നെങ്കിൽ ഈ സീരീസിൽ 3 മത്സരവും നമുക്ക് ജയിക്കാൻ കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ മത്സരവും നമ്മൾ ജയിച്ചേനെ. ഇന്ത്യ വേഴ്സസ് ബെൻ സ്റ്റോക്കാണ് മത്സരം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന കൂടുതലും ഇംഗ്ലണ്ടിനെതിരെയല്ല, ബെൻ സ്റ്റോക്കാണ്. നോക്ക്, ബെൻ സ്റ്റോക്ക് വന്ന് ബോൾ എടുക്കുന്നു, വയ്യാത്ത ശരീരം കൊണ്ട് വന്ന് ബോൾ ചെയ്യുന്നു. അവിടെ KL രാഹുലിൻ്റെ വിക്കറ്റ് എടുക്കുന്നു. ഒരു പ്രതീക്ഷ ഇംഗ്ലണ്ടിന് കൊടുക്കുന്നു. പിന്നെ ഋഷഭ് പന്തിനെ എങ്ങനെ കാണാതെ പോകും? ഫൈറ്റർ, മരണത്തെ തോപ്പിച്ചവൻ വന്ന് പിന്നെയും ബാറ്റ് ചെയ്യുന്നു. കാലിനൊരു ഒടിവ് പൊട്ടലൊക്കെ വന്നപ്പോഴത്തേന് പറയാം അതൊക്കെ മാറ്റി നിർത്തിയിട്ട് വന്ന് ബാറ്റ് ചെയ്യാൻ വരുന്നു. ഇന്ന് വേണമെങ്കിലും ഋഷഭ് പന്ത് റെഡിയായിരുന്നു ബാറ്റ് ചെയ്യാൻ. എന്തെങ്കിലും ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ വന്ന് ബാറ്റ് ചെയ്യാം. പക്ഷേ ഇന്ത്യയുടെ പിള്ളേർ ഋഷഭ് പന്തിനെ അങ്ങോട്ട് കൊണ്ടുവന്നില്ല ബാറ്റ് ചെയ്യിക്കാൻ വേണ്ടി. ഇപ്പോൾ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. ഋഷഭ് പന്ത് ഇഞ്ചുറി ആകുമ്പോൾ 37 റൺസാണ്. എന്നാൽ വയ്യാത്ത കാര്യം കൊണ്ട് മുടന്തി വന്ന് ഒരു 54 റൺസ് എടുക്കുന്നു. അവിടെ ചെറിയ ക്യാമിയോ ഇന്നിങ്സുകൾ ഉണ്ടാക്കുന്നു. ഇന്ത്യയെ 358 പറയുന്ന ഒരു ഭേദപ്പെട്ട സ്കോറിൽ കൊണ്ടെത്തിക്കാൻ ഋഷഭ് പന്തിൻ്റെ പെർഫോമൻസിന് കഴിഞ്ഞു. ഋഷഭ് പന്ത് അടുത്ത കളി കളിക്കുന്നില്ല. എന്തുകൊണ്ടും അത് നമുക്കൊരു അടി തന്നെയാണ്. ഈ കുരുത്തത് വെയിലത്ത് വാടുമെന്ന് ചോദിക്കുന്ന പോലെ അതുപോലത്തെ ഒരു പ്ലെയറാണ് ഋഷഭ് പന്ത്. സൂപ്പർ പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. എന്തായാലും ഈ സീരീസ് നമുക്ക് ഡ്രോ ആക്കാൻ കഴിയും. അടുത്ത ടെസ്റ്റിൽ നല്ലൊരു പ്രോപ്പർ ടീമുമായിട്ട് വരാൻ ഇന്ത്യക്ക് ടീമിന് കഴിയട്ടെ. എൻ്റെ അഭിപ്രായത്തിൽ ഷാർദുൽ താക്കൂറിനെ മാറ്റിയിട്ട് കുൽദീപ് യാദവിനെ കൊണ്ടുവരാൻ കഴിയട്ടെ അവിടെ. പിന്നെ ഇന്ത്യയുടെ ഫാസ്റ്റ് ബോളർമാരെല്ലാം നല്ല ഫിറ്റായിട്ട് വരട്ടെ. 2021 നമ്മൾ സീരീസ് ഇതുപോലെ ഡ്രോ ആക്കിയതുപോലെ ശുഭ്മൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ഈ സീരീസിനെ നമുക്ക് ഡ്രോ ആക്കാൻ കഴിയട്ടെ. നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ കഴിയട്ടെ എല്ലാവർക്കും.